അന്യോന്യ സമ്മതപ്രകാരമുള്ള ഒരു സാമൂഹിക നിബന്ധനയല്ല പ്രപഞ്ച ജീവിതം. പ്രപഞ്ച ജീവിതത്തിന് അതിൻ്റെ അപ്പുറത്തേക്ക് പ്രപഞ്ച ജീവിതത്തിൻ്റെ വേരുകൾ ഓടിയിരിക്കുന്നു. ആ വേരുകൾക്ക് വേറെ ചിലതുമായിട്ട് മനുഷ്യന് പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ സാധിക്കാത്ത ചില ദിവ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചില മൂല്യങ്ങളുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന, കരുതുന്ന, അത് സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് റൂസോവിൻ്റെ ചിന്തകളെ അടിസ്ഥാനപ്പെടുത്തി ഉള്ള ഒരു തീരുമാനം ഭാരതത്തിന് സ്വീകാര്യമാവുകയില്ല. അതുകൊണ്ട് പ്രതിരോധത്തിൻ്റെ ടെക്നിക്കുകളുണ്ടല്ലോ, പ്രതിരോധം ഒരു ടെക്നിക്കായിട്ട്, ഒരു സൂത്രമായിട്ട്, അതായിരിക്കും നല്ല വാക്ക്, പ്രതിരോധം ഒരു സൂത്രപ്പണിയായി പ്രതിരോധത്തിൻ്റെ പേരിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയും ആയുധങ്ങളെ ഉപയോഗിക്കുകയും ആയുധങ്ങളെ നിർമ്മിക്കുകയും ചെയ്യുന്ന ആ സൂത്രപ്പണിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത് തികച്ചും പ്രതിരോധത്തിന് മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ആയുധങ്ങളോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഭാരതം ഇത്രയേറെ വൈദേശികമായ ആക്രമണത്തിന് വിധേയമായത്. അല്ലെങ്കിൽ വാസ്കോ ഡി ഗാമ തിരിച്ചു പോകില്ല. നമ്മുടെ സംസ്കാരം യൂറോപ്പിൻ്റെ സംസ്കാരം പോലെ ആയിരുന്നുവെങ്കിൽ ഇവിടെ രാജാവിൻ്റെ അനുവാദം കൂടാതെ സന്ദർശിച്ച വാസ്കോ ഡി ഗാമ എങ്ങനെയാണ് തിരിച്ചു പോകുന്നത്? ഇവിടെ വന്ന വിദേശികൾ ആരും തിരിച്ചു പോകില്ല. വിദേശികൾ ആരും തിരിച്ചു പോയില്ലെങ്കിൽ പിന്നെ വിദേശികൾ വരുമോ? എന്തായാലും പഴയ സ്പീഡുണ്ടായില്ല വരവിന്. അവർക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവരെ ഈ അതിഥി ദേവോ ഭവ എന്ന് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം പാവത്താനായ സാമൂതിരി രാജാവ് തെറ്റിദ്ധരിച്ചിട്ട് അവരെല്ലാം വാസ്കോ ഡി ഗാമയെയും അവിടെ വന്ന് സായിപ്പന്മാരെയും എല്ലാം തോളത്ത് കയറ്റി എഴുന്നള്ളിച്ച് അദ്ദേഹം കൊണ്ടുനടന്നു. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവർക്ക് പണ്ടികശാല പണിത് കൊടുത്തു. അവർക്ക് പള്ളി പണിത് കൊടുത്തു. ഇതെല്ലാം ചൂഷണമില്ലാത്ത ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ടാകാൻ വേണ്ടി ഇവിടുത്തെ മഹർഷിമാർ ശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ട് നമുക്ക് വന്നുകൂടിയ വർത്തമാനകാല ദുരന്ത പരമ്പരകളാണ്. അതിനകത്ത് ചൂഷണമൊന്നുമില്ല. ചൂഷണം ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നറിയാമോ? നാം ഈ പ്രത്യയശാസ്ത്രവുമായിട്ട് കപ്പലിൽ സഞ്ചരിക്കും. ഇന്ത്യയിൽ കപ്പലുണ്ടാക്കാനൊക്കെ ഇന്ത്യക്കാർക്ക് നല്ലപോലെ അറിയാമായിരുന്നു. കപ്പലിൽ കയറി കച്ചവടവും നടത്തിയിട്ടുണ്ട്. അറേബ്യയുമായിട്ട് ബന്ധവും ഉണ്ടായിരുന്നു. പല ഇറ്റലിയിൽ നിന്ന് ചില സർക്കാരങ്ങൾക്ക് ഇവിടെ മദ്യം വരുത്തിയിരുന്നു. പരാമർശമുണ്ട് രാമായണത്തിൽ. അപ്പോൾ ഈ വിദേശ ബന്ധങ്ങളെല്ലാം പണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ആശയം കയറ്റുമതി ചെയ്യുന്ന സമ്പ്രദായം ബുദ്ധൻ്റെ കാലം മുതലേ തുടങ്ങി.